ഇതിപ്പോൾ IR ലൈറ്റാണിത്. ഈ LED ബൾബ് കത്തുന്നത് നമുക്കിതിൽ കാണാൻ സാധിക്കും. ഏത് സ്വിച്ചാണോ പ്രസ് ചെയ്യുമ്പോൾ വരാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കംപ്ലൈൻ്റ് ആണ്. ഓരോ സ്വിച്ചിലും നമ്മൾ നിൽക്കുമ്പോഴും IR ലൈറ്റ് കത്തും. ഉണ്ടോ? ഇതിപ്പോൾ 1 നെക്കി വന്നില്ല, 2 വന്നു, 3 ഉണ്ടോ? 1-ാമത്തേൽ നെക്കി വന്നു, 2 നെക്കി വന്നു, 3 നെക്കി വന്നു, ഇല്ല 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, 6 ഉണ്ട്, 7 8 ഇല്ല, 9 ഇല്ല. അതേപോലെ നമുക്ക് റിമോട്ട് ചെക്ക് ചെയ്യാൻ IR ഉള്ള ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ക്യാമറ ഓൺ ആക്കിയിട്ട് ക്യാമറയിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അധികം വെളിച്ചം കയറി വരികയാണെങ്കിൽ ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ ആ സ്വിച്ചുകളൊക്കെ വർക്കിംഗ് ആണ്. ഒന്നും കത്തണില്ലെങ്കിൽ ഒന്നും വർക്കിംഗ് അല്ല. ഏതെങ്കിലുമൊക്കെ കത്തുന്നുണ്ടെങ്കിൽ ആ പ്രസ് ചെയ്യണ സ്വിച്ച് ഏതാണോ ലൈറ്റ് കത്തണത് വേണ്ട. അപ്പോൾ ഇതിൽ നിൽക്കുമ്പോൾ കത്തുന്നില്ല, ഇതിൽ നിൽക്കുമ്പോൾ കത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സ്വിച്ച് വർക്കിംഗാണ്. അപ്പോൾ ഓൾറെഡി റിമോട്ടിൻ്റെ സ്വിച്ച് സെക്ഷനാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഇത് നമുക്ക് അയച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കാൻ പറ്റുന്നതാണ്. റിമോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. അയച്ച് നോക്കാം ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അയച്ച് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ നമുക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ബാറ്ററി ചാർജ് ഉണ്ടോ നോക്കാം. ബാറ്ററി ഇതിൻ്റെ 3 വോൾട്ടിൻ്റെ ബട്ടൺ സെല്ലാണ് വരുന്നത്. 3 വോൾട്ട് 3.2 വോൾട്ട് ഉണ്ട്, ഓൾറെഡി വർക്കിംഗ് ആണ്. ബാറ്ററി കോണ്ടാക്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. ബാറ്ററി ക്ലായവ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാം. പ്രസ്സിംഗ് ലോക്കാണത്, സ്ക്രൂസ് ഇല്ല. ശരിയായിട്ടുണ്ടോന്നൊന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കാം. എല്ലാം വർക്കിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാതും വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതിന് സ്വിച്ച് ക്ലീനിങ് മാത്രമേ ഉള്ളൂ. അതായത് ഫംഗസ് കയറിയാണ്. കോണ്ടാക്റ്റ് ക്ലീൻ ചെയ്തപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നിലവിൽ എല്ലാ സ്വിച്ചുകളും വർക്കിംഗ് ആണ്. ഒന്നും കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. പുതിയത് മാറ്റേണ്ട ആവശ്യമില്ല.